നമസ്കാരം. ഇതൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്. അമൻസ് ജേണി എന്ന നമ്മുടെ സീരീസിൽ നിന്ന് അല്പമൊന്ന് മാറി സഞ്ചരിക്കുകയാണ്. ആ സീരീസിൻ്റെ 3-ാമത്തെ എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം ഉമ്മറയ്ക്ക് വന്ന എൻ്റെ സഹപ്രവർത്തകനായിരുന്ന തമിഴ്നാട്ടിലെ ജഗതപ്പട്ടണക്കാരനായ ജബ്ബാർ ഭായിയെയും ഭാര്യയെയും കുറിച്ച് പറഞ്ഞിരുന്നു. അതിങ്ങനെയാണ്. 15 കൊല്ലം മുൻപ് നടന്ന സംഭവമാണ്. ജബ്ബാർ ഭായി അന്ന് കടുത്ത ഷുഗർ പേഷ്യൻ്റാണ്. ഫാത്തിമത്ത കടുത്ത ഹാർട്ട് പേഷ്യൻറ്റും. അതിനുശേഷം ഒരു 2-3 കൊല്ലം കൂടി അവരുമായി നിരന്തരം ബന്ധമുണ്ടായിരുന്നു. ഇടയ്ക്കെപ്പോഴോ അവർ നാട്ടിലേക്ക് പോയി എന്ന് കേട്ടു. പിന്നെ അവരെക്കുറിച്ച് ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല. ജുബൈലിലുള്ള പലരോടും ഞങ്ങൾ അവരെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു. പക്ഷേ ഒരു വിവരവും കിട്ടിയില്ല. സൽമ എപ്പോഴും അവരെക്കുറിച്ച് ഇങ്ങനെ ഓർമ്മിച്ചു കൊണ്ടിരിക്കും. ഒരു 5-6 മാസം മുൻപ് എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് ജബ്ബാർ ഭായിയുടെ ഒരു പാസ്പോർട്ടിൻ്റെ കോപ്പി കിട്ടി. വിസ അപ്ലൈ ചെയ്യാനോ മറ്റോ എൻ്റെ കയ്യിൽ പണ്ട് തന്നതാണ്. ആ അഡ്രസ്സിലേക്ക് ഞാനൊരു കത്തയച്ചു. പരിചയമുള്ള ഒരാളെ കൊണ്ട് തമിഴിൽ എഴുതിച്ചാണ് അയച്ചത്. പക്ഷേ ആ കത്ത് തിരിച്ചു വന്നു. ഇന്നത്തെ കാലത്ത് ഒരാളെ കണ്ടുപിടിക്കാൻ എത്ര ബുദ്ധിമുട്ടാണോ എന്ന് ചോദിക്കും. ഒരു തുമ്പ് കിട്ടിയാൽ എങ്ങനെയും ഞാൻ കണ്ടുപിടിക്കും. അദ്ദേഹം പുതുക്കോട്ടക്കാരനാണെന്ന് എനിക്കറിയാം. പുതുക്കോട്ടയിലെ ജഗതപ്പട്ടണക്കാരനാണെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ എന്താണെന്നോ രോഗാവസ്ഥ എന്താണെന്നോ എനിക്കറിയില്ല. ഇന്നും സൽമ പറഞ്ഞു, ആ അഡ്രസ്സ് തപ്പി നമുക്കൊന്ന് പോകണം, ഒന്ന് അന്വേഷിക്കണം. മോനെയും കൊണ്ട് ആദ്യമായി ഹോസ്പിറ്റലിലേക്ക് ഓടിയ മനുഷ്യനാണ്. വിവരമറിയണം. ആ വീഡിയോ ചെയ്തതിന് ശേഷം എന്തോ ഒരു കുറ്റബോധം ഞങ്ങളുടെ മനസ്സിൽ കയറിക്കൂടി. നെറ്റിലൂടെയും ഫോണിലൂടെയും ഒക്കെ ഒന്ന് അന്വേഷിച്ചു എന്നല്ലാതെ അദ്ദേഹത്തെക്കുറിച്ച് വേണ്ടത്ര അന്വേഷിച്ചോ എന്നൊരു തോന്നൽ. തന്നെയുമല്ല, ആ വീഡിയോ കണ്ട പലരും ഞങ്ങളോട് ചോദിക്കാൻ തുടങ്ങി, അദ്ദേഹത്തെ അന്വേഷിച്ചോ, വിവരം വല്ലതും കിട്ടിയോ എന്നൊക്കെ. അതുകൂടി ആയപ്പോൾ അവരെ കണ്ടുപിടിക്കണം എന്ന ആഗ്രഹം ഒന്നുകൂടി ശക്തമായി. അതിനിടയ്ക്ക് സൽമ ഓൺലൈനിൽ സെർച്ച് ചെയ്യുമ്പോൾ ജഗതപ്പട്ടണത്തിൻ്റെ അടുത്തുള്ള ഗോപാലപട്ടണത്തുള്ള ഒരു പള്ളിയുടെ കോൺടാക്റ്റ് നമ്പർ കിട്ടി. ആ നമ്പർ വിളിച്ചപ്പോൾ ജഗതപ്പട്ടണത്തുള്ള ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് ജബ്ബാർ എന്ന പേര് കേട്ടിട്ടുണ്ട് എന്ന് ഒരാൾ പറഞ്ഞു. അന്വേഷിച്ച് വിവരം പറയാം എന്ന് പറഞ്ഞെങ്കിലും ആ നമ്പറിൽ നിന്ന് പിന്നെ വിവരമൊന്നും കിട്ടിയില്ല. എന്നാൽ പിന്നെ അവിടം വരെ ഒന്ന് പോയി നോക്കാമെന്ന് തീരുമാനിച്ചു. ജഗതപ്പട്ടണത്ത് പള്ളിയിൽ അന്വേഷിച്ചാൽ ഒരുപക്ഷെ വിവരം കിട്ടിയേക്കും. അങ്ങനെ കഴിഞ്ഞ 13-ാം തീയതി ശനിയാഴ്ച രാവിലെ ഞാനും സൽമായും മോനും കൂടി വണ്ടിയെടുത്ത് പുറപ്പെട്ടു. ആകെ അറിയാവുന്നത് ജബ്ബാർ കമറൽ ജമാൽ എന്ന പേരും ജഗതപ്പട്ടണം എന്ന സ്ഥലപ്പേരും മാത്രമാണ്. രാവിലെ 6:30 എടത്തലയിൽ നിന്ന് പുറപ്പെട്ട യാത്ര മൂവാറ്റുപുഴ വഴി രാജാക്കാട്, പൂപ്പാറ, തേനിയൊക്കെ പിന്നിട്ട് ഉസിലാംപെട്ടിയും മധുരയും സുബ്രഹ്മണ്യപുരവും പിന്നിട്ട് അതിമനോഹരമായ ഭൂപ്രദേശങ്ങളിലൂടെ ഗംഭീരമായ വഴികളിലൂടെ തമിഴ്നാടിൻ്റെ അങ്ങേയറ്റമായ തോണ്ടി എന്ന സ്ഥലത്തെത്തി. അപ്പോഴേക്കും മഗ്രിബ് ആവാറായി. മഗ്രിബ് കഴിഞ്ഞു. ഏതാണ്ട് 7 മണിയായി. തോണ്ടിയിൽ നിന്ന് ഇനി തീരപ്രദേശങ്ങളിലൂടെയാണ് യാത്ര. ഏകദേശം 32 കിലോമീറ്റർ കഴിഞ്ഞാൽ ജഗതപ്പട്ടണമാണ്. ഇഷാ സമയത്ത് അവിടെ എത്തിയാൽ പള്ളിയിൽ അന്വേഷിക്കാൻ പറ്റിയേക്കും. അല്പം വേഗം പോകാം എന്ന് കരുതി. നല്ല വഴിയാണ്. പക്ഷേ വഴിയാകെ വിജനമാണ്. വല്ലപ്പോഴും ഒരു വണ്ടി വരും. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. നല്ല ഇരുട്ടാണ്. ഇരുവശങ്ങളിലും വിശാലമായ വിജനതയാണ്. തീരപ്രദേശമായതുകൊണ്ട് നല്ല കാറ്റുണ്ട്. എന്തോ ഒരു ആശങ്ക മനസ്സിലേക്ക് പതുക്കെ കയറി തുടങ്ങി. അതുവരെ സംസാരിച്ചു കൊണ്ടിരുന്ന സൽമ ഇപ്പം മൗനത്തിലാണ്. മോൻ പിന്നിലെ സീറ്റിൽ പുറത്തെ പരന്ന ഇരുട്ടിലേക്ക് നോക്കി ശാന്തമായിട്ടിരിപ്പാണ്. ഒരു പരിചയവുമില്ലാത്ത ഇരുണ്ട വഴിയിലൂടെ, ഒരു ധാരണയുമില്ലാത്ത സ്ഥലത്തേക്കാണ് സൽമാനെയും മോനെയും കൊണ്ടുള്ള ഈ രാത്രി സഞ്ചാരം. ഇങ്ങനെ വരാനുള്ള തീരുമാനം തെറ്റായിരുന്നു. ഭാഷ പോലും അത്ര വശമില്ല. ജഗതപ്പട്ടണവുമായി ബന്ധപ്പെട്ട് ആകെ അറിയാവുന്നത് 15 വർഷം മുൻപ് കണ്ട ജബ്ബാർ ഭായ് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഡോക്യുമെൻറ്റിൽ കണ്ട സ്ഥലം മാത്രമാണ് ജഗതപ്പട്ടണം. അത് ആലുവ പോലെ, പെരുമ്പാവൂർ പോലെ ഒരു വലിയ സ്ഥലമാണെങ്കിലോ അദ്ദേഹത്തെ എങ്ങനെ കണ്ടെത്തും? ഇനി അദ്ദേഹത്തിൻ്റെ ശരിക്കും നാട് അതല്ലെങ്കിലോ? ഇനി ആണെങ്കിൽ തന്നെ അദ്ദേഹം ഇപ്പോൾ അവിടെ അല്ലെങ്കിലോ? വിദേശത്താണെങ്കിലോ? ചിന്തകളിങ്ങനെ കാട് കയറുകയാണ്. വണ്ടിയിൽ വലിയ ശാന്തത. ഞാൻ സൽമാനെ നോക്കി. നീ എന്താ ചിന്തിക്കണത്? ഒന്നുമില്ല, എന്തോ പോലെ. പേടിയുണ്ടോ? അവൾ തിരിച്ചെന്നോട് ചോദിച്ചു, പേടിയുണ്ടോ? ഞാൻ പറഞ്ഞു, പേടിയല്ല, ഒരു എക്സൈറ്റ്മെൻറ്റ്. ആളെ കിട്ടുമോ എന്നാണോ? ഞാൻ പറഞ്ഞു, അതുമുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, എക്സ്പെക്റ്റ് ദ അൺഎക്സ്പെക്റ്റഡ്. വഴിയിലിടയ്ക്കിടെ ചില ബോർഡുകൾ കാണാം. ഓരോന്നും ഓരോ ഗ്രാമങ്ങളുടെ പേരുകളാണ്. എല്ലാ പേരിലും പക്ഷേ പട്ടണമുണ്ട്. പാശിപ്പട്ടണം, SP പട്ടണം, അരസനഗരി പട്ടണം, പുതുപ്പട്ടണം, ഗോപാലപട്ടണം, അയ്യൻ പട്ടണം. അങ്ങനെ നാടുകൾ താണ്ടി യാത്ര തുടരുകയാണ്. ഒരു 30 കിലോമീറ്റർ പിന്നിട്ട് കഴിഞ്ഞു. സമയം 8:30 ആവാറായി. ഇഷ കഴിഞ്ഞ് ആളുകൾ ഇറങ്ങിക്കാണും. ഇപ്പോൾ ദൂരെ ഒരു ബോർഡ് കാണാം. വണ്ടി പതുക്കെ സ്ലോ ചെയ്ത് ആ ബോർഡിനടുത്തെത്തി. ജഗതപ്പട്ടണം. വണ്ടി നിർത്തി. സൽമ ഒരു ഫോട്ടോ എടുത്ത് അത് ഫേസ്ബുക്കിൽ സ്റ്റോറിയാക്കി. അത് കണ്ട് പലരും മെസ്സേജ് അയച്ചു. ചിലരൊക്കെ വിളിച്ചു. ജബ്ബാർ ഭായിയെ കാണാൻ പോണതാണോ? എത്തിയോ? കണ്ടോ? എത്താറായി എന്ന് വിവരം കൊടുത്തു. അങ്ങനെ ഏകദേശം എത്തേണ്ട പ്രദേശമെത്തി. ഒരു ചെറിയ കവല കണ്ടു. അവിടെ കണ്ട ഒരാളോട് ചോദിച്ചു, ഇങ്ങ് കമറൽ ജമാൽ എന്ന ഒരാളെ തെരിയുമാ? തെരിയാതെ.
മസ്ജിദ് എങ്കെ പള്ളിവാസല, അല്പം മുന്നോട്ട് പോയാൽ കാണാം. അങ്കത്താൻ മുസ്ലിംസൊക്കെ ഇരിക്ക്. വീണ്ടും ഒരു 2 കിലോമീറ്റർ കൂടി മുന്നോട്ട് പോയി. ഇപ്പോൾ ഒരു മുനാരം കാണാം. വണ്ടി സ്ലോ ചെയ്തു. ആകാംക്ഷയോടുകൂടി ചുറ്റും നോക്കി. ഒരാൾ പള്ളിയുടെ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. പതുക്കെ ഗ്ലാസ് താഴ്ത്തി അദ്ദേഹത്തോട് ചോദിച്ചു, ജബ്ബാർ കമറൽ ജമാൽ എന്ന ആളെ തെരിയുമാ? അഡ്രസ്സ് എന്നെ? അഡ്രസ്സ് ഇല്ലേ, ജഗതപട്ടണം എന്ന് മട്ടും തെരിയും. ഞാൻ വണ്ടി അല്പം സൈഡിലേക്ക് നിർത്തി. അപ്പോഴേക്കും പള്ളിയിൽ നിന്ന് 1-2 പേര് വന്നു. തൊപ്പി വെച്ച ഒരാളും വേറെ 2 പേരും. സൽമ ചാടിയിറങ്ങി. ഞാനും. ഞങ്ങൾ എവിടെ നിന്നാണെന്നും എന്തിനാണ് വരവെന്നും അവരോട് പറഞ്ഞു. വന്നവർക്ക് അത്ഭുതമായി. പക്ഷേ വന്നവരാരും ജബ്ബാർ എന്ന ഒരാളെക്കുറിച്ച് അറിയില്ല. ഞാൻ പറഞ്ഞു, ജബ്ബാർ കമറൽ ജമാൽ എന്നാണ് മുഴുവൻ പേര്. അപ്പോൾ ഒരാൾ മറ്റൊരാളോട് ചോദിച്ചു, കമർ നമ്മ മന്ത്രി മരുമകൻ താനേ? അപ്പോൾ തൊപ്പി വെച്ച ആൾ നമ്മളോട് ചോദിച്ചു, സൗദിയിൽ ഇരുന്ന ആളാ? ജുബൈലിൽ ഹോട്ടൽ വെച്ചിരുന്ന? ഞങ്ങളുടെ ആവേശം കൂടി. അതെ. അപ്പോൾ അന്ത ആളുതാ, അവരുടെ പേര് കമർ. ജബ്ബാർ അവരുടെ അപ്പാവുടെ പേര്. ശരിയാണ്. സൗദിയിൽ പലപ്പോഴും പാസ്പോർട്ടിലുള്ള വാപ്പായുടെ പേരാണ് നമ്മുടെ പേരായിട്ട് മാറുക. സൽമാക്കാണ് കൂടുതൽ ആകാംക്ഷ. ആവേശത്തോടെ സൽമ ചോദിച്ചു, ആളിപ്പോൾ എങ്കേരിക്ക്? മറുപടി പെട്ടെന്നായിരുന്നു, ആൾ ഇറந்து പോയാച്ച്. കേട്ടതുറപ്പിക്കാൻ സൽമ ഒന്നുകൂടി ചോദിച്ചു, ഇറந்து പോയി എന്നാൽ? മൗത്താച്ച്, മരിച്ചുപോയി, 3 വർഷമായി. സൽമ സങ്കടത്തോടെ എന്നെ നോക്കി. ഞാനിപ്പോൾ ഒരു മരവിപ്പിലാണ്. ഞാൻ ചോദിച്ചു, അപ്പോൾ അവരുടെ വൈഫ്? അവരതൊക്കെ മുന്നേ പോയാച്ച്, 6-7 വർഷമായി. അതുകൂടി കേട്ടപ്പോൾ സൽമ മുഖം താഴ്ത്തി ഒരു വശത്തേക്ക് മാറി നിന്നു. മോൻ ഒന്നും മനസ്സിലാകാതെ വണ്ടിയിലിരിപ്പാണ്. അവിടെ നിന്ന ഒരു ചെറുപ്പക്കാരനെ ചൂണ്ടിക്കാണിച്ച് തൊപ്പി വെച്ച ആൾ പറഞ്ഞു, ഇത് അവരുടെ മരുമകനാണ്. ഞാൻ അയാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. പക്ഷേ പുള്ളി നമ്മളെ കാര്യമായിട്ടൊന്നും ഗൗനിക്കാതെ നിൽക്കുക. ബാക്കിയുള്ളവരെല്ലാം ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി താമസം റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബൈക്കിൽ ഒരു ചെറുപ്പക്കാരൻ വന്നു. ആരോ വിളിച്ചിട്ട് വന്നതാണ്. ഒരാൾ പറഞ്ഞു, ഇത് കമറണ്ണാവുടെ മകൻ. അത് ആ മുഖത്ത് നിന്നും എനിക്ക് മനസ്സിലായി. ഞാൻ അവന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. അത് മതിയാകാതെ ഞാൻ അവനെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ പേര് അബ്ദുള്ള. സത്യത്തിൽ അബ്ദുള്ള അല്പം ഷോക്ക്ഡാണ്. ആരായിരിക്കും? എന്തിനായിരിക്കും? വാപ്പാനെ അന്വേഷിച്ച് ഇത്ര നാൾ കഴിഞ്ഞ് ഇത്ര ദൂരം 3 പേർ. ആർക്കും തോന്നാവുന്ന ഒരു സംശയമാണ്. ഇങ്ങനെയൊക്കെ ആരെയെങ്കിലും അന്വേഷിച്ച് വരുമോ എന്നതാകാം. കാര്യം വിശദീകരിച്ചപ്പോൾ അവന് ആശ്വാസമായി. ഇതിനിടയ്ക്ക് ജുബൈലിലുണ്ടായിരുന്ന ജബ്ബാർ ഭായിയുടെ സഹോദരനുമായി അവരിലാരോ എന്നെ കണക്ട് ചെയ്തു തന്നു. അദ്ദേഹം മറ്റൊരു ഗ്രാമത്തിലാണ്. അദ്ദേഹത്തിന് എന്നെ നന്നായി അറിയാം. അതുകൂടിയായപ്പോൾ അവർക്കുണ്ടായിരുന്ന ആശങ്ക പാടെ മാറി. പിന്നെ അവിടെ നടന്നത് ഞങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിയ സ്വീകരണമാണ്. തൊട്ടടുത്ത ലോഡ്ജിൽ റൂമെടുക്കാൻ നോക്കി എന്നെ അബ്ദുള്ള തടഞ്ഞു. അബ്ദുള്ള ഞങ്ങളെ അവൻ്റെ ഭാര്യ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ വണ്ടി നിർത്തിയതിന് തൊട്ടടുത്തുള്ള വീടാണ് അവൻ്റെ ഭാര്യ വീട്. എന്തൊരു യാദൃശ്ചികതയാണ്. ജബ്ബാർ ഭായിയുടെ പെങ്ങളുടെ മോളെയാണ് അബ്ദുള്ള കല്യാണം കഴിച്ചിട്ടുള്ളത്. ഇതിനകം ഇങ്ങനെ 3 പേര് കേരളത്തിൽ നിന്ന് വന്ന വിവരം അവിടെ ആകും പരന്നു. ഞങ്ങൾ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അബ്ദുള്ളയുടെ ഭാര്യയുടെ ഉമ്മ, ജബ്ബാർ ഭായിയുടെ പെങ്ങൾ, ഞങ്ങളെ കാത്തു നിൽക്കുകയാണ്. ജബ്ബാർ ഭായിയുടെ തനിപ്പകർപ്പ്. അവരല്പം അത്ഭുതത്തോടെ, അതിലേറെ ആവേശത്തോടെ ഞങ്ങൾ സ്വീകരിച്ചു. അപ്പോഴേക്കും അവരുടെ ഭർത്താവും വന്നു. വലിയ സ്നേഹത്തോടെ അദ്ദേഹവും ഞങ്ങളെ സ്വീകരിച്ചു. വീടിനകത്തേക്ക് കയറുമ്പോൾ അബ്ദുള്ളയുടെ ഭാര്യ റൂബിയയും റൂബിയയുടെ സഹോദരിമാരും സഹോദരൻ ഇർഷാദും അവരുടെ മക്കളും എല്ലാവരും കൂടി ഞങ്ങളെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. എന്നോ അടുപ്പമുള്ളവരെ പോലെ വലിയ സ്വീകരണമാണ്. അവരോടൊക്കെ സൽമ ജബ്ബാർ ഭായിയുടെയും ഭാര്യയുടെയും വിവരങ്ങൾ തിരക്കുകയാണ്. അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവെക്കുകയാണ്. വളരെ അത്ഭുതത്തോടെ അവരതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇടയ്ക്ക് റൂബിയ പറഞ്ഞു, ഞങ്ങളുടെ വീട് തൊട്ടപ്പുറത്താണ്, ഇന്ന് നിങ്ങൾക്ക് അവിടെ താമസിക്കാം. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ലോഡ്ജിൽ റൂം എടുക്കാം. റൂബിയ അത് കേട്ടതേയില്ല. നിങ്ങളിപ്പോൾ ആ വീട്ടിൽ പോയി ഫ്രഷായി വരിക, അപ്പോഴേക്കും ഫുഡ് റെഡിയാകും. ആ ഒരു ക്ഷണം നിരസിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഞങ്ങൾ ഫ്രഷായി വന്നു. റൂബിയ ഒരു പായ വിരിച്ച് ഒരു വശത്തിരുന്നു, മറുവശത്ത് ഞങ്ങളും. റൂബിയ ഞങ്ങൾക്ക് വിളമ്പിത്തരാൻ വേണ്ടിയിരുന്നതാണ്. അതാണ് അവരുടെ ഒരു രീതി. അവർ വിളമ്പിക്കൊണ്ടേയിരിക്കുകയാണ്. മതി എന്ന് നമ്മൾ പറഞ്ഞാൽ പോരാ, മതി എന്ന് അവർക്ക് തോന്നണം. അങ്ങനെ ഭക്ഷണം കഴിച്ച് കുറേ നേരം സംസാരിച്ച് അബ്ദുള്ളയുടെ വീട്ടിലേക്ക് ഞങ്ങൾ കിടക്കാൻ പോയി. അവരുടെ സ്വീകരണം മനസ്സ് നിറച്ചിട്ടുണ്ടെങ്കിലും തേടി വന്നവരില്ലാതെ പോയല്ലോ എന്ന ദുഃഖം മനസ്സിൽ കിടന്നു. ജബ്ബാർ ഭായി ഇല്ലാത്ത ജബ്ബാർ ഭായിയുടെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വീട്ടിലാണല്ലോ ഞങ്ങളിപ്പോൾ എന്ന ചിന്തയിൽ ആ രാത്രി അങ്ങനെ കഴിഞ്ഞു. രാവിലെ ആ നാടൊന്ന് ചുറ്റിക്കണ്ട് ഒരു ചായ കുടിച്ച് തിരിച്ചു പോകാൻ തയ്യാറായ ഞങ്ങളോട് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് അബ്ദുള്ളയും ഭാര്യ റൂബിയയും നിർബന്ധപൂർവ്വം പറഞ്ഞു. അത് സമ്മതിക്കാതെ വേറെ നിവൃത്തിയില്ല. പിന്നെ നടന്ന കാര്യങ്ങളും വളരെ അപ്രതീക്ഷിതമാണ്. ജബ്ബാർ ഭായിയുടെ 3 പെൺമക്കൾ ഞങ്ങളെ കാണാൻ വന്നിരിക്കുകയാണ്. അതിലൊരാൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി വന്നതാണ്. ഞങ്ങളെ കണ്ട് ഉമ്മയുടെയും വാപ്പയുടെയും ഒപ്പമുള്ള ഞങ്ങളുടെ ഓർമ്മകളും വിശേഷങ്ങളും കണ്ണു നിറഞ്ഞു കേട്ടു. നിറഞ്ഞ സ്നേഹം പങ്കുവച്ചു.
പിന്നീട് വളരെ നിർബന്ധപൂർവ്വം അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയി. സ്നേഹവും ആദരവും നിറഞ്ഞു തുളുമ്പിയ ഒരുപാട് നിമിഷങ്ങൾ. ഇനി ജബ്ബാർ ഭായിയുടെ ഖബർ കാണണം. അബ്ദുള്ളയും ഇർഷാദിനോടുമൊപ്പം ജബ്ബാർ ഭായിയുടെ സഹോദരൻ സുബഹാനിയെ അദ്ദേഹം ജോലി ചെയ്യുന്ന കടയിലെത്തി കണ്ടു. അദ്ദേഹത്തെയും കൂട്ടി ജബ്ബാർ ഭായിയുടെ ഖബറിലേക്ക്. ഖബർസ്ഥാനിലേക്ക് ചെല്ലുമ്പോൾ ഖബറിൻ്റെ ഒന്നും ഒരു അടയാളം പോലുമില്ല. ആ മണൽ പ്രദേശത്തെ കാറ്റിൽ ഖബറിൻ്റെ കൂനകൾ അങ്ങനെ ഇല്ലാതായി പോയിരിക്കുകയാണ്. നിരന്തരമായി ആരോ സന്ദർശിക്കാറുള്ള ഒരു ഖബർ മാത്രം തെളിഞ്ഞു കാണാം. ജബ്ബാർ ഭായിയുടെ ഖബർ എവിടെയാണെന്ന് ഏകദേശ ധാരണയുള്ളൂ. ആ മനുഷ്യൻ്റെ ഭൂമിയിലെ ശരീര സാന്നിധ്യത്തിൻ്റെ അവസാനത്തെ അടയാളവും ഇല്ലാതായല്ലോ എന്ന് തോന്നി. ഏതായാലും അവിടെ വെച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. സുബ്ഹാനിയോട് യാത്ര പറഞ്ഞ് മടങ്ങി. അവിടെ നിന്ന് മടങ്ങുമ്പോൾ ജുബൈലിലെ സൗദി കയാനിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഞങ്ങളുടെ ബോസിൻ്റെ സെക്രട്ടറി ആയിരുന്ന ബോംബെക്കാരനായ സജ്ജാദിൻ്റെ കോൾ. ജബ്ബാർ ഭായി അന്വേഷിച്ച് നാട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ വിളിച്ചിരുന്നു. ഇപ്പോൾ തിരിച്ചു വിളിക്കണതാണ്. നിഷാദ്, ഡിഡ് യു ഫൈൻഡ് ഹിം? നീ അദ്ദേഹത്തെ കണ്ടെത്തിയോ? സജ്ജാദ്, ലിസൺ, ഐ എം ഗോയിങ് ബാക്ക് ഫ്രം ഹിസ് ഖബർ. അല്പനേരത്തെ മൗനത്തിന് ശേഷം സജ്ജാദ് പറഞ്ഞു, സോ ഫൈനലി യുവർ സെർച്ച് ഫോർ ജബ്ബാർ ഭായ് എൻഡഡ് അറ്റ് ഹിസ് ഖബർ. ജബ്ബാർ ഭായിക്ക് വേണ്ടിയുള്ള നിൻ്റെ അന്വേഷണം അദ്ദേഹത്തിൻ്റെ ഖബറിൽ അവസാനിച്ചു അല്ലേ? ഞാൻ പറഞ്ഞു, അൺഫോർച്ചുനേറ്റ്ലി യെസ്. സജ്ജാദ്, യു നോ ഹു ഈസ് ഡ്രൈവിംഗ് മൈ കാർ? ഹു? അബ്ദുള്ള, ജബ്ബാർ ഭായ്സ് സൺ. ഓ റിയലി? ടെൽ ഹിം ഹിസ് ഫാദർ വാസ് എ ഗ്രേറ്റ് മാൻ ആൻഡ് വി ഓൾ ലവ് ഹിം. അങ്ങനെ തിരിച്ച് ജബ്ബാർ ഭായിയുടെ സഹോദരിയുടെ വീട്ടിലെത്തുമ്പോൾ അവിടെ നിറയെ ആളുകളാണ്. ആ നാട്ടുകാർ ഞങ്ങളെ കാണാൻ വന്നതാണ്. അവരുടെ എല്ലാവരുടെയും സ്നേഹമനുഭവിച്ച് നാളെ പോകാമെന്ന നിർബന്ധങ്ങളെ സ്നേഹപൂർവ്വം നിരസിച്ച് വൈകുന്നേരത്തോടെ ഞങ്ങൾ ജഗതപട്ടണത്തു നിന്നും യാത്ര തിരിച്ചു. ഒരുപക്ഷെ ആരും ആരെയും ഇങ്ങനെ അന്വേഷിച്ച് വന്നിട്ടുണ്ടാവില്ല. ഞങ്ങളും ആരെയും അന്വേഷിച്ച് ഇങ്ങനെ ഇത്ര ദൂരം പോയിട്ടില്ല. ഇതിനേക്കാൾ ഏറെ അടുത്തിടപഴകിയിരുന്ന പലരുമുണ്ടെങ്കിലും എന്തുകൊണ്ടായിരിക്കും ജബ്ബാർ ഭായിയെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് ഞങ്ങൾക്ക് തോന്നിയത്? മടക്കയാത്രയിൽ എന്തൊക്കെയോ സമ്മിശ്ര വികാരങ്ങൾ തീർത്ത അല്പനേരത്തെ മൗനത്തിന് ശേഷം സൽമ പറഞ്ഞു, സജ്ജാദ് പറഞ്ഞതുപോലെ അവർ സെർച്ച് ഫോർ ജബ്ബാർ ഭായ് ഹാസ് എൻഡഡ് അറ്റ് ഹിസ് ഖബർ. ഞാൻ പറഞ്ഞു, മേ അള്ളാഹ് ആക്സെപ്റ്റ് ദം ഇൻ ജന്ന. മേ അള്ളാഹ് ബ്ലെസ് ദം വിത്ത് ഓൾ ഹിസ് ബ്ലെസ്സിങ്സ്.